ഇനി ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിലേക്ക് വരാം. ആദ്യത്തെ മുതൽ മുടക്ക് എത്രയായിരുന്നു? അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആദ്യത്തെ മുതൽ മുടക്ക് എത്രയാന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉള്ള കാര്യം അതാ. അത് വേണമല്ലോ. കാരണം നമ്മൾ തുടങ്ങിയത് എത്ര രൂപ, ലോസ് എത്ര, കിട്ടിയത് എത്ര, ഇതെല്ലാം നമ്മള് ഞാൻ തുടങ്ങിയതാകുമ്പോഴത്തേക്കും ഞാൻ തന്നെ അത് മാനേജ് ചെയ്യണം. അപ്പൊ ആദ്യം തുടങ്ങാനായിട്ട് ഉള്ളത് പറഞ്ഞ 50,000 രൂപ എന്തോ കയ്യിലുണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മേനോട് പറഞ്ഞു. അപ്പൊ അമ്മയുടെ മാല തന്നു, പണയം വെച്ചോ, നീ എനിക്ക് എടുത്ത് തന്നാ മതി. പത്മ ചേച്ചിനോട് പറഞ്ഞപ്പോൾ ചേച്ചി കുറച്ച് പൈസ തന്നു. പിന്നെ ചേട്ടന് ഹസ്ബൻഡിന് ബസ് സർവീസാണ്. അപ്പം പുള്ളി പറഞ്ഞു നീ തുടങ്ങിക്കോ, പൈസയുടെ കാര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ നിന്നും ഒരുപാട്, അതെത്രയാത് പുള്ളിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല, ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയോളം വന്നെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം നമ്മുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുപ്പ് മുതൽ ഗ്യാസ് മുതൽ എല്ലാം എടുക്കണം പറഞ്ഞു. പാത്രങ്ങള് എല്ലാം സകല സാധനം. നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ഒരു ചായ കൗണ്ടർ ഉണ്ട്, ഒരു ജ്യൂസ് കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടർ ഐറ്റംസിന് മാത്രം 48,000 രൂപയായി. അതെടുക്കാൻ വേണ്ടി മാത്രം. അതിലോട്ട് വേറെ ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ല എമൗണ്ടായി. അങ്ങനെയാണ് പൈസ. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ട്, എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ 2-2.5 ലക്ഷം ഒരു ആവറേജ് കണക്ക് പറയും. അപ്പൊ അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതിൽ ലോസ് ആയിരിക്കുമല്ലോ ആദ്യം തന്നെ. നമുക്ക് ലാഭത്തിനേക്കാൾ കൂടുതൽ കുറെ നഷ്ടങ്ങളുടെ കഥകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ നഷ്ടം വരുന്ന സമയത്ത് ശരിക്കും ഉള്ളിലൊരു വല്ലാത്ത ഫീൽ ആയിരിക്കില്ലേ? എന്തായിരിക്കും? നല്ല മലയാളത്തിൽ പറഞ്ഞ നല്ല കരച്ചിലായിരുന്നു. നല്ല രീതിക്ക് കരയും. സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കും. അതെല്ലാവരും പോലെയാണ്. പക്ഷെ കരഞ്ഞ് എല്ലാ ദിവസവും അയ്യോ ഇത് ബാക്കിയൊന്ന് ആൾക്കാരെ അറിഞ്ഞു വരണമല്ലോ. തുടക്കം സ്റ്റാർട്ടിങ് ഒരു വലിയ പ്രോബ്ലം തന്നെയായിരുന്നു. പിന്നെ വൈകുന്നേരം നമ്മൾ ചൂട് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ജോലിയും കഴിഞ്ഞ് പോയണവര് വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് പോകാൻ തുടങ്ങി. അത് പഴംപൊരി, പരിപ്പട, പത്തിരി ഇതൊക്കെ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓക്കെ സെറ്റ്. അങ്ങനെയാണ് നമുക്ക് പൈസ നമുക്ക് തിരിച്ച് കിട്ടാൻ തുടങ്ങി. ആദ്യമൊക്കെ പറഞ്ഞിട്ട് എല്ലാം വാങ്ങി വെക്കുമ്പോഴത്തേക്കും അത് ബാലൻസ് വരുമ്പോഴത്തേക്കും അവർ റിട്ടേൺ എടുക്കില്ല. റിട്ടേൺ നമ്മൾ തന്നെ എടുക്കണം. നമ്മളുടെ സാധനത്തിനാണ് അവിടെ ഡിമാൻഡ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനാണ് ഡിമാൻഡ്. വാങ്ങി വെക്കുന്നതിന് ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നീട് എപ്പോഴാണ് ഒരു പ്രോഫിറ്റിലേക്ക് വരുന്നത്? പ്രോഫിറ്റിലായിട്ട് കടന്നത് കഞ്ഞി തുടങ്ങിയപ്പോഴാണ്. എപ്പോഴായിരുന്നു അത് നമ്മൾ ഷോപ്പ് തുടങ്ങി ഒരു 4 മാസത്തിന് ശേഷം. 4 മാസമായിട്ട് നമുക്ക് വലിയ ഇൻകം കിട്ടുന്നില്ല. ഞാനീ വാങ്ങിയവരുടെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല. ചേട്ടന് പൈസ തിരിച്ചു കൊടുക്കണ്ട, ഓക്കെ. പക്ഷേ അമ്മയുടെ മാല പണയം വെച്ചിരിക്കുന്നു, പത്മ ചേച്ചിനോട് പൈസ മേടിച്ചേക്കണു, അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തു. അപ്പോൾ ഇതൊക്കെ തിരിച്ചടക്കണം. ആൾക്കാർ ചോദിക്കണേക്ക് മുന്നേ നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞ് നമുക്ക് കഞ്ഞി തുടങ്ങാം. അപ്പം അമ്മ പറഞ്ഞു നല്ലൊരു കാര്യമാണ്, ഇവിടെ അത്യാവശ്യം ക്ലച്ച് പിടിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് കഞ്ഞി തുടങ്ങി. അടിപൊളി. തുടങ്ങിയപ്പോൾ തന്നെ ഹാപ്പിയായി. 2 കിലോ കഞ്ഞി വെച്ച് അത് അന്ന് തന്നെ തീർന്ന്. പിറ്റേ ദിവസം അത് തന്നെ വെച്ചുള്ളൂ. അമ്മ പറഞ്ഞ് കൂട്ടി വെക്കണ്ട. പിന്നെ ആൾക്കാർ ചോദിച്ചു വരാൻ തുടങ്ങി. കഞ്ഞിക്ക് എന്തൊക്കെയാ കൊടുക്കുക? കഞ്ഞി, മെഴുക്കുവരട്ടി, അച്ചാറ്, ചമ്മന്തി, പപ്പടം, തൈര്. 40 രൂപ കുത്തരി കഞ്ഞി കൊടുക്കണം. എന്നിട്ട് 40 രൂപക്ക് ആൾക്കാർക്ക് വയറ് നിറച്ച് കഴിക്കാം. അൺലിമിറ്റഡ് ആണല്ലോ കഞ്ഞി. അപ്പൊ പിന്നെ പണിക്കാർ ചേട്ടന്മാർ വരാൻ തുടങ്ങി, ആൾക്കാർ വരാൻ തുടങ്ങി പറഞ്ഞു. അപ്പോൾ അത് ഓക്കെയാണ്. ഏകദേശം പിന്നെ 2 കഴിഞ്ഞ് അമ്മ 3 വെച്ച്, 4.5 വെച്ച്, 5 വെച്ച്, അങ്ങനെ ഒരു 8 കിലോളം കഞ്ഞി പോവാൻ തുടങ്ങി. അപ്പം പ്രശ്നം വന്നെന്താന്ന് വെച്ചാൽ ആൾക്കാർ വന്നിരുന്ന് കഴിക്കാനായിട്ടുള്ള സ്പേസ് ഇല്ലെന്നായി. കഞ്ഞിയാകുമ്പോൾ ഇരുന്ന് തന്നെ കുടിക്കണം. ചൂട് കഞ്ഞിയും വേണം. അത് ആറ്റി കുടിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോകണം. എന്നിട്ട് പിന്നെ ആൾക്കാർ വഴക്കിട്ട് പോകാൻ തുടങ്ങി. ഞാനാണ് ആദ്യം വന്നത്, എനിക്ക് കിട്ടുന്നില്ല. ആണ് ഞങ്ങൾക്ക് പഞ്ച് ചെയ്യാൻ പോകേണ്ടതാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. പിന്നെ ഞാൻ പാർസലാക്കി. കഞ്ഞി പാർസൽ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പാർസലാകുമ്പോഴത്തേക്കും 10 രൂപ കൂടുതൽ, 50 രൂപയും. കാരണം കണ്ടെയ്നറിന് 10 രൂപയുണ്ട്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ കഴിക്കാൻ സ്ഥലമില്ലാത്തവർ വേണ്ടവരാണെങ്കിൽ പാർസൽ തരാം. 10 രൂപ കൂടുതലാവും. നിങ്ങൾ നാളെ കണ്ടെയ്നർ ഉണ്ടെന്നാൽ ഞാൻ ഇതിൽ തന്നെ തരാം. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപ
10 രൂപക്ക് 10 രൂപ തന്നെ വേണമല്ലോ. അതിന് പറഞ്ഞ് അങ്ങനെ കഞ്ഞി സ്റ്റാർട്ട് ചെയ്ത് കഞ്ഞി. അപ്പോഴാണ് എനിക്ക് സമാധാനം. പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങി, ബാലൻസ് വരാണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ലോസ് നമ്മൾ റിക്കവറായി വന്നത്. എന്നിട്ട് തൊട്ടടുത്തൊരു കഞ്ഞിക്കട വന്നു. സ്വാഭാവികമായും നമുക്ക് കച്ചവടം കുറയും എന്ന് വിചാരിച്ചു, പക്ഷേ കുറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ചോറും കൊടുത്തു തുടങ്ങിയാൽ എന്താ. അപ്പം മുകളിൽ തന്നെ അല്ല, നമുക്ക് 2 നിലയാണ് ഷോപ്പ്. മുകളിൽ കിച്ചനായിരുന്നു. കിച്ചൻ മാറ്റിയെന്ന് പറഞ്ഞാൽ ഒതുക്കി, കിച്ചൺ അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ട് ഒതുക്കിയിട്ട് മുകളിൽ കൊടുക്കാം എന്നായി. അപ്പൊ അന്ന് ഈ ചോറും ഇലയിലെ ഊണ് ഉണ്ടായിരുന്നില്ല, അത് പിന്നീടാണ് വരുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെയും പ്രോഫിറ്റ് കൂടി. ഇപ്പൊ എത്ര നാളായിട്ടൊരു സ്റ്റേബിൾ ഇൻകം വരാൻ തുടങ്ങിയിട്ട് ഒരു 5 മാസമായി. 5 മാസം. അതായത് ആദ്യത്തെ ഫെബ്രുവരിയിലാണ് ചോറ് തുടങ്ങുന്നത്. ചോറ് ബാക്കി വരും, കയ്യിൽ നിന്ന് പൈസ പോവും, അതായിരുന്നു. പിന്നെ മീനൊക്കെ ആയി, പയ്യെ 2 മീനിൽ തുടങ്ങി, ഒരു 3 മീനായി. ഇപ്പം ഏകദേശം 8 മീൻ 9 ടൈപ്പ് മീനുകളുണ്ടാവും. കക്കയിറച്ചി, ചെമ്മീൻ, കൂന്തൽ, അങ്ങനെയായി. ഇപ്പം ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം. ലോസ് ഉണ്ടാവും, എല്ലാ ദിവസവും നമുക്ക് ഇൻകം മാത്രം കിട്ടുന്ന ദിവസങ്ങളല്ല, ലോസ് ഉള്ള ദിവസങ്ങളല്ല. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ 1 മാസമായിട്ട് വൈകുന്നേരത്തെ തട്ടുകട തുടങ്ങി. വൈകുന്നേരത്തെ തട്ടുകട തുടങ്ങിയിട്ട് ഓണത്തിന് അത്തം മുതലാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബേക്കറിയിൽ നിന്ന് തുടങ്ങി, അത് കഞ്ഞി, ചോറ്, വൈകുന്നേരം ദോശ, ആ ഒരു റേഞ്ചിലോട്ട് വന്നു. എല്ലാം കൂടെ ഒരുമിച്ച് തുടങ്ങണവരുണ്ട്. ഒരുമിച്ച് തുടങ്ങണമെങ്കിൽ അതിൻ്റെതായ അത്രയും സ്പേസ് വേണം, ഫണ്ട് വേണം, ആൾക്കാർ വേണം, ടൈം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക്, അതായത് ബിരിയാണി, ചോറ്, കഞ്ഞി, സ്നാക്സ്, ഇതെല്ലാം ചെയ്യാൻ പറ്റണ സ്പേസ് എല്ലാം വേണം. റിസ്ക്കും കൂടുതലാണ്. ഞാനിപ്പോ എന്താ പറയാ, പിച്ച വെച്ച് തുടങ്ങിയതാ അല്ലേ. പിച്ച വെച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്ന് നടക്കാനായി. അങ്ങനെ അതാണ് പറയാൻ ഓടുന്നത് നമുക്ക് കാണാം. ദൈവം സഹായിച്ചാല്. Like, subscribe and press bell button. Stay tuned for more videos.